എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അലങ്കാര മത്സ്യം ഏറ്റവും ഇഷ്ടമുള്ളവരും അതേ കണക്ക് തന്നെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ, അതേപോലെ തന്നെ അലങ്കാര മത്സ്യം ബിസിനസ് ചെയ്യുന്നവർ, അതിനെ പെറ്റ്സിൻ്റെ ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ തമിഴ്നാട്ടിൽ കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റല്ല ഇത് കേട്ടോ. ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് കൊൽക്കട്ടയിലാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ കുളത്തൂർ എന്ന് പറയും. കുളത്തൂരിൽ തന്നെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്ടേരിയിൽ നിന്ന് പെരമ്പൂർ പോകുന്ന റോഡിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു 100 മീറ്ററിനകത്ത് റൈറ്റ് സൈഡിലേക്കുള്ള സ്ട്രീറ്റാണിത്. ഈ സ്ട്രീറ്റിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയും ഫുള്ള് ഫിഷിൻ്റെ കടകളും അതിനൊക്കെ ആക്സസറീസ്, അതിൻ്റെ അക്വേറിയം ആക്സസറീസ്, അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ ഷോപ്പുകളൊക്കെയാണ്. നമുക്ക് ഓരോരോ കടകളിൽ കയറി കാണാം. അതിലൊരു ഫസ്റ്റ് കടയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഈ മാർക്കറ്റിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 150 രൂപ തൊട്ട് ഫിഷ് ടാങ്കുകൾ കിട്ടും. അത് നല്ല നല്ല ക്വാളിറ്റി സാധനം, ഇമ്പോർട്ടഡ് സാധനങ്ങൾ കിട്ടും. അതേ കണക്ക് തന്നെ 60,000, 70,000, 1 ലക്ഷത്തിൻ്റെ ഒക്കെ ടാങ്കുകൾ, ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചെറിയ വിലയ്ക്ക് മീൻ മേടിക്കാനോ അല്ലെങ്കിൽ അക്വേറിയം ആക്സസറീസ് മേടിക്കാൻ ഏറ്റവും നല്ലത് ഈ മാർക്കറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. അതേപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വെച്ചാൽ ഒരു സ്ട്രീറ്റിൻ്റെ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ 2 സൈഡിലും, ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഫുള്ള് അക്വേറിയങ്ങളും പെറ്റ് ഷോപ്പുകളാണ്. നമുക്കിപ്പോൾ ഒരു പെറ്റ് ഷോപ്പിലേക്ക് കയറി നോക്കാം. ഈ കാണുന്നതാണ് ഈ കിളികളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന ഒന്നിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയില്ല, അത് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിലെന്നല്ല, അറിയാവുന്നൊരു മസ്റ്റായിട്ടും ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ റീറ്റെയിൽ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ ശനി ഞായർ ദിവസങ്ങൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിറയെ ഷോപ്പുകൾ എക്സ്ട്രാ കാണും. അതേപോലെ തന്നെ പാക്കറ്റിൽ നിറയെ ഫിഷിങ് തൂക്കിയിട്ട് വിൽക്കുന്നുണ്ടാവും. അതേപോലെ ഇന്നും ഉണ്ട് പാക്കറ്റിൽ ഫിഷുകൾ, അത് ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ശനി ഞായറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലുള്ളത് ഹോൾസെയിൽ ഷോപ്പുകളാണ്, പക്ഷേ നല്ല റീറ്റെയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പുകളായിരിക്കും ഇവിടെ കൂടുതലും ഉള്ളത്. അതായത് ചെറിയ ചെറിയ കൗണ്ടറുകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹോൾസെയിൽ ഷോപ്പുകാർക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് വില എന്താണെന്ന് തിരക്കുമ്പോൾ പറഞ്ഞു തരാനോ ഒന്നും പറ്റുന്നില്ല. അവർക്ക് കാര്യം കൂടുതൽ ബിസിനസ്സിൽ നോക്കേണ്ടതുകൊണ്ട്. അപ്പോൾ ശനി ഞായർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഈ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ചെറിയ ചെറിയ നിറയെ കടകൾ കാണും, അതായത് പാക്കറ്റ് ഷോപ്പുകൾ നിറയെ കാണും. അതായത് നേരത്തെ പറഞ്ഞല്ലോ, പാക്കറ്റ് ഷോപ്പുകൾ നിറയെ കാണാം, അകത്തോട്ട് നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മീനുകളുടെ ഒന്നും പേരെനിക്ക് കൂടുതൽ അറിയില്ല. ഈ കാണിക്കുന്ന മീനുകളുടെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാവുന്നത് കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ആകെ 3-4 മീനിനെ പറ്റിയിട്ട് അറിയത്തുള്ളൂ. 3-4 മീനിൻ്റെ പേരേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശരിക്കും നിങ്ങളിവിടെ വന്ന് ഇത് കണ്ടിട്ട് ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ സംസാരിച്ചിട്ട്, അതേപോലെ തന്നെ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാക്കറ്റിൽ, ഇപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ബാംഗ്ലൂരിലോട്ട് എല്ലാം അവർ പാഴ്സൽ അയച്ചു തരും. ശരിക്കും ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇപ്പം നിറയെ മീനുകൾ, നിറയെ കാര്യങ്ങൾ ഡെയിലി പാഴ്സൽ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാക്കറ്റുകൾ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാക്കറ്റിലും ഓരോരോ വെറൈറ്റി മീനുകൾ, അതായത് ഒരു മീൻ തന്നെ ആയിരിക്കും ചിലപ്പം പല ടൈപ്പ്. അപ്പം ഇത് ഓരോ പാക്കറ്റും, അതായത് 50 രൂപ തൊട്ട് പാക്കറ്റ് തുടങ്ങും. 50 രൂപ തൊട്ട് 100, 150 ഒക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് ശരിക്കും ഒരു പാക്കറ്റ് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഗപ്പിയാണ് മേടിച്ചത്. അതിൽ എനിക്കൊരു 20ഓളം, അതായത് 10 ജോഡിയിൽ കൂടുതലുണ്ട്. എനിക്ക് 60 രൂപ ഇവിടുന്ന് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ മോളി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പാക്കറ്റിൽ 20 ഫിഷോളം ഉണ്ടായിരുന്നു. അതും 80 രൂപ ഒക്കെ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീനിനെ പറ്റിയിട്ട് വലിയ അറിവില്ലെന്ന്. അത് കാരണം അവരത് ചോദിച്ചപ്പോഴത്തേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാതെ വളർത്തക്ക മീനിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴാണ് അവർ മോളിയും ഗപ്പിയും മേടിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. അതേപോലെ തന്നെ ഈ പാക്കറ്റ് ഉണ്ടോ, അവർ ഞാൻ ബാംഗ്ലൂരിലേക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആ പാക്കറ്റിൽ നല്ല രീതിക്ക് ഓക്സിജനൊക്കെ നിറച്ച് നല്ല രീതിക്ക് പാക്ക് ചെയ്ത് തന്നു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴും അവർ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നു. അത് കേരളത്തിലേക്ക് കൊടുത്തിട്ടു, അതും ഒരു കുഴപ്പമില്ലായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് എടുത്തിട്ട് വന്നു, അതിനും ഒരു പ്രശ്നമില്ലായിരുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന കടകളുടെ എല്ലാം ബാക്കിൽ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ ഫിഷ് ഫാമുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് അവരുടെ ഫിഷ് ഫാമുകളും പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ.